വെറും ചിത്രമല്ല, ഒരു വേദന സംഹാരി കൂടിയാണ്. ഞാൻ വിഷമം വരുമ്പോൾ പെയിൻറ്റിങ് ചെയ്യാറില്ല, ഹാപ്പി ആയിരിക്കും മാത്രമേ ചെയ്യാറുള്ളൂ. അതെനിക്കത് വരച്ച് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ്ങും അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാ വിഷമവും മറക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇത്. എട്ടിൽ പഠിക്കുമ്പോഴായിരുന്നു വയ്യാതായത്, ബോൺ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഒരു 8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുള്ള് തളർന്നു പോയി, നടക്കാൻ പറ്റാതായി. പിന്നെ വീട്ടിലവർ പറ്റില്ല, കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ, ഭയങ്കര സീരിയസ് ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ വേറെ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൽ നിന്നാണ് ഇപ്പോൾ റിക്കവറായിട്ട് ഇങ്ങനെ വന്നത്. പിന്നെ വർഷം തോറും ഇടയിൽ ഫിസിയോയ്ക്ക് പോകാറുണ്ട്. എട്ടിന് ശേഷം പഠിച്ചിട്ടില്ല. പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് അവർക്ക് ഇങ്ങനെ റിസ്ക് എടുത്തിട്ട് നമുക്ക് ഒരു കുട്ടീനെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ ഞാൻ വരികയാണ് ചെയ്തത്. പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. പിന്നെ 10th ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഡ്രോയിങ്ങും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. സാറ് പറയുമ്പോൾ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് വന്നപ്പോൾ അങ്ങനെ ഞാൻ അത് പഠിക്കാൻ തുടങ്ങിയത്. അതുവരെ ഒന്നും വരച്ച് പോലും നോക്കിയിട്ടില്ല, ഒന്നും വരച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോകുൽ. എന്ത് മനോഹരമായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? മ്യൂറൽ പെയിന്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പരിശീലനം നേടുന്നുണ്ടോ? എന്താണ് ഭാവി പരിപാടികൾ? മൂത്തി, ഇത് പുഷ്പാഞ്ജലിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുഷ്പാഞ്ജലി ചെറുപ്പം മുതലേ ഇങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പുഷ്പാഞ്ജലിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഇങ്ങനെയുള്ള മത്സരങ്ങളിലോ വരയ്ക്കുന്നതൊന്നുമായിട്ട് പുഷ്പാഞ്ജലി അങ്ങനെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ വരച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു അസുഖം വന്നപ്പോൾ അപ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള ആ കഴിവിനെ ആ കുട്ടി തിരിച്ചറിയുന്നതും അത് വരയ്ക്കുകയും ചെയ്യുന്നത്. ആദ്യം സാധാരണ പെയിൻറ്റിംഗ് ആയിരുന്നു. പിന്നീടാണ് ഈ ചികിത്സയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാളെ കണ്ടു. അങ്ങനെ അയാളുമായി പരിചയപ്പെട്ടു, സംസാരിച്ചു. അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷനിൽ നിന്നാണ് മറ്റ് പെയിൻറ്റിങ്ങുകൾ മാറ്റി മ്യൂറൽ പെയിൻറ്റിങ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോയത്. പിന്നീട് അത് പഠിച്ചു, ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ടും കൃഷ്ണനെയും രാധയുമാണ് പ്രധാനമായിട്ടും വരയ്ക്കുന്നത്. അങ്ങനെ ആ രീതിയിലുള്ള വരകളാണ് മുന്നോട്ട് പോകുന്നത്. മറ്റു പടങ്ങളും വരയ്ക്കും, അങ്ങനെയാണ് തുടങ്ങിയത്. മറ്റു പടങ്ങളൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീട് ഇപ്പോൾ പൂർണ്ണമായിട്ടും മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ആ കുട്ടിയുടെ ഒരു ഇൻകം കൂടി ആ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. വളരെ എനിക്ക് അവരെ കണ്ടപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് വന്നത്. കാരണം അത്ര നാൾ തന്നിലുണ്ടായ ഒരു കഴിവ് അത് പുറത്തെടുത്തില്ല, അല്ലെങ്കിൽ അത് അറിയാതെ പോയി. അതിനുശേഷം ജീവിതത്തിലെ ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി വരകളിലൂടെ മുന്നോട്ട് പോയി. അങ്ങനെ ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ് തൻ്റേതായ ഒരു ഇടം ആ പെൺകുട്ടി കണ്ടെത്തി എന്നുള്ളത് ഏറ്റവും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ കുട്ടിയെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഈ കഴിവ് തന്നെയായിരിക്കും. കാരണം ആ രീതിയിലാണ് നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന വേദനകളൊക്കെ നമുക്ക് മാറും, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ കുറയും. പക്ഷേ സ്വാഭാവികമായി ഇങ്ങനെ അസുഖം വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അപ്പോൾ ആ വേദനയൊക്കെ മറക്കാനും അതൊക്കെ മായ്ക്കാനും ഈ തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ കലയ്ക്കത് വല്ലാത്തൊരു ശക്തിയുണ്ട്. ഒരു വേദന സംഹാരിക്കും നൽകാൻ കഴിയാത്ത അത്ര ശക്തി ആ കല ആ കുട്ടിക്ക് നൽകുന്നത്. അത് നമുക്ക് ശരിക്കും ആ വീട്ടിൽ പോയാൽ ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു പെയിൻറ്റിങ് അവരത്ര ആസ്വദിച്ചാണ് ഓരോ ഇതും ചെയ്യുന്നത്, മ്യൂറൽ പെയിൻറ്റിങ്ങും ചെയ്യുന്നത്. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായിട്ട് അവരുടെ കൃഷ്ണൻ്റെ മുഖം വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വരച്ചു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമുക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങളായെന്ന് പറഞ്ഞപ്പോൾ അല്ല, അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലാതെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിർത്തിയത്. അപ്പോൾ അത്രമാത്രം ആ ഒരു കലയോടും ആ ഒരു വരയോടും ഒക്കെ അത്ര പാഷൻ ആ കുട്ടിക്കുണ്ട്. ആ രീതിയിലാണ് ആ കുട്ടി ഇന്ന് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ശരി ഗോകുലിന് നല്ലൊരു ദിവസം ആശംസിക്കുക കൂടി ചെയ്യാണ്. പുഷ്പാഞ്ജലി വളരെ മിടുക്കിയാണ്, വളരെ വൈബ്രൻ്റായ, അത്ര സജീവമായി കലയെ സമീപിക്കുന്ന, ഈ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായി ജീവിതത്തെ സമീപിക്കുന്ന കുട്ടി. എന്തായാലും അസുഖങ്ങളൊന്നും അവളെ ബാധിക്കില്ല, എല്ലാം വേഗം മാറും. എല്ലാ ആശംസകളും നേരുകയാണ്.